വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് നിങ്ങളുടെ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണല്ലേ ഇപ്പോൾ കുറച്ചായിട്ട്. ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, എടാ ഇതൊരു മോട്ടിവേഷൻ ഇല്ല, ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്കൊരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അതിനോടൊരു മോട്ടിവേഷൻ തോന്നുന്നില്ല. അങ്ങനത്തെ ടേംസ് ഒക്കെ നമ്മൾ വളരെ എന്താ പറയുക കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം അല്ലേ. എന്താണ് മോട്ടിവേഷൻ എന്നുള്ളത് നോക്കിയേ. മോട്ടിവേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇന്നർ സ്റ്റേറ്റ് ഓഫ് നീഡ് ഓർ ഡിസയർ. എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഇന്നർ സ്റ്റേറ്റ് ഓഫ് നീഡ് അല്ലെങ്കിൽ ഡിസയർ, നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നീഡിനെ അല്ലെങ്കിൽ ഡിസയറിനെ ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പല പല കാര്യം ഡെയിലി നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുന്നത്, എനിക്ക് ഇപ്പോൾ നിങ്ങൾ +2 ചെയ്യുന്ന ആളാണെങ്കിൽ പറയും എനിക്ക് +2 പാസ്സാവാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ ഒരു ഗോളാണ്, +2 പാസ്സാവുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഡെയിലി കോളേജിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, എനിക്ക് ഡിഗ്രി പാസ്സാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ഗോളാണ് അല്ലേ, നമുക്ക് പാസ്സാവുക എന്ന് പറയുന്ന ഒരു ഗോളാണ്. അപ്പോൾ പലപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് എന്ത് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മോട്ടിവേഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മോട്ടിവേഷൻ പലപ്പോഴും എന്താണ്, 2 ടൈപ്പ് മോട്ടിവേഷൻ ഉണ്ട് കേട്ടോ. മെയിൻലി 2 ടൈപ്പ് മോട്ടിവേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്, ഇൻട്രിൻസിക് മോട്ടിവേഷനും അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനും കേട്ടോ. ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ഇതിൻ്റെ ടേംസ് തന്നെ നിങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഓർത്തിരിക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ള ടേംസാണ് ഇതിലുള്ളത്. ഓക്കെ, ഇൻട്രിൻസിക് ഇൻ എന്ന് പറയുമ്പോൾ ഇൻസൈഡ്, എന്താണ്, ഉള്ളിൽ നിന്ന് വരുന്നത്. എക്സ്ട്രിൻസിക് എക്സ്ട്രാ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്താണ്, പുറത്തുനിന്നുള്ളതാണ് എന്ത്, എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ, അതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ പലപ്പോഴും നമുക്ക് വഴക്ക് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ. ഇപ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ അമ്മമാർ പറയുന്ന ഡയലോഗാണ്, ഞാൻ പറഞ്ഞ അല്ലെങ്കിലും നീ കേൾക്കില്ല, പക്ഷെ നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അത് നിനക്ക് ചെയ്യാൻ അറിയാലോ എന്നുള്ളൊരു ഡയലോഗ് നമ്മളെ ലൈഫിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ആണല്ലേ. നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ആ കാര്യം ചെയ്യുള്ളൂ, അല്ലാണ്ട് വേറൊരാൾ നിർബന്ധിച്ചത് കൊണ്ടൊന്നും നമ്മൾ ചെയ്യില്ല അല്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്തിൻ്റെങ്കിലും ഒരു മോട്ടിവേഷൻ്റെ പുറത്ത്, എന്തെങ്കിലും ഒരു മോട്ടീവിൻ്റെ പുറത്തായിരിക്കും നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഈച്ച് ആൻഡ് എവറിത്തിങ്, ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്, എന്തിനാണ് ഫുഡ് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാണ്, ഭക്ഷണം നമുക്ക് ഉള്ളിലേക്ക് ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ന്യൂട്രിയൻസ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ അല്ലേ, ഒരു മനുഷ്യൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ എല്ലാത്തിനും എന്താണ്, ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു മോട്ടിവേഷൻ ഉണ്ട് കേട്ടോ, ഒരു നീഡുണ്ട്, ഒരു ഡിസയറുണ്ട്, നമുക്ക് ന്യൂട്രീഷൻ കിട്ടണം എന്നുള്ളൊരു ഡിസയറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെന്നും ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ എന്തിനാണ് എന്നും ജോലിക്ക് പോകുന്നത്, നമുക്ക് പൈസ കിട്ടണം, പൈസ നമുക്ക് ജീവിക്കാൻ, നമുക്ക് പൈസ അത്യാവശ്യമാണ്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പലരും ജോലിക്ക് പോകുന്നത് അല്ലേ. ഇനി അല്ലാതെ ഒരു സാറ്റിസ്ഫാക്ഷന് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടോ, ഉണ്ടായിരിക്കാം ചിലപ്പോൾ. പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാതെയും പലരും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ, ഇഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടപ്പെടാത്ത ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ പുറകിൽ എന്താണ്, മോട്ടിവേഷനാണ്. നമുക്ക് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് 1ാം സ്ഥാനം കിട്ടണം എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ നീഡാണ്, എൻ്റെ ഡിസയറാണ്. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ മോട്ടിവേഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് കുറച്ച് ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് വന്നത് ഏതാണ്, ഫസ്റ്റ് നമുക്ക്
എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ നോക്കാം കേട്ടോ. എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? നമ്മൾ പറഞ്ഞു പുറത്തു നിന്നുള്ള മോട്ടിവേഷൻ, അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ബിഹേവിയർ ഈസ് ഡ്രിവൺ ബൈ എക്സ്റ്റേണൽ റിവാർഡ് സച്ച് എസ് മണി, ഫെയിം, ഗ്രേഡ് ആൻഡ് പ്രൈസ്. നോക്കിയേ, എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? ഒരു ബിഹേവിയർ നമ്മൾ കാണിക്കുന്ന സമയത്ത് അത് ഒരു എക്സ്റ്റേണൽ റിവാർഡ്സിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് എന്താണ് നമുക്ക് നമുക്ക് ആ എൻഡ് ഓഫ് ദ മന്ത് ആ ഒരു സമയത്ത് നമുക്ക് സാലറി കിട്ടും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു റിവാർഡ് കിട്ടും എന്നുള്ളതാണ് നമ്മളെ എന്നും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്നും ജോലിക്ക് പോവുകയാണ്, നമുക്ക് മന്ത്ലി നമുക്ക് സാലറി കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ജോലിക്ക് പോവോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൊരു സാധനം നമുക്ക് ജോലിക്ക് പോകുന്നതിലൂടെ അല്ലെങ്കിൽ ആ സാലറിയിലൂടെ കിട്ടുന്നത് കൊണ്ടാണ്. അത് നമ്മുടെ ഗോൾ ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇരുന്ന് പഠിക്കുന്നു, A+ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിന് എക്സാമ്പിളാണ്? A+ ഒക്കെ കിട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമുക്ക് A+ കിട്ടുന്ന സമയത്ത് എല്ലാവരും നമ്മളെ അറിയും. അതുപോലെ തന്നെ നമ്മൾ പാരൻസ് മീറ്റിങ്ങിന് വരുമ്പോൾ നമ്മളെ പ്രൈസ് ചെയ്യും, നമുക്ക് നല്ല ജോലി കിട്ടും അല്ലേ. നമ്മൾ റാങ്ക് ഹോൾഡർ ആവുന്ന സമയത്ത് എല്ലാവരും നമ്മളെ കൺഗ്രാറ്റ് ചെയ്യും. ഒക്കെ മോട്ടിവേഷൻ്റെ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് നോക്കാം കേട്ടോ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എൻഗേജ് ഇൻ എ ബിഹേവിയർ ബിക്കോസ് ഇറ്റ് ഈസ് പേഴ്സണലി റിവാർഡിങ്. മറ്റത് എന്തായിരുന്നു? നമുക്ക് എക്സ്റ്റേണലി റിവാർഡിങ് ആയിരുന്നു അല്ലേ. എന്തെങ്കിലും ഒരു റെയിൻഫോഴ്സിങ് സാധനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇത് പേഴ്സണലി റിവാർഡിങ് ആണ്. ഓക്കെ, പേഴ്സണലിയാണ് ഇത് റിവാർഡ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ വീട്ടിൽ നിറയെ ചെടികളൊക്കെ ഉള്ള വീടുകളുണ്ടാവും അല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, നിറയെ ചെടികളുള്ള വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ ഈ ചെടിയൊക്കെ നട്ട് വളർത്തുന്ന സമയത്ത് അതിന്നിപ്പോൾ ആ പൂ വിറ്റിട്ട് അവർക്ക് അതൊരു വരുമാന മാർഗം അല്ലാത്ത പക്ഷമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒട്ടുമിക്ക അമ്മമാരും വീട്ടിൽ ചെടി വളർത്തുന്ന ഒരു വരുമാന മാർഗമായിട്ടൊന്നല്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇതിനെ വളയിടുന്നതും അതുപോലെ തന്നെ ഇത് നനയ്ക്കുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് നൽകുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അവരത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കും, അവരതിന് വേണ്ടി സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കും അല്ലേ, അതിന് വേണ്ടി മണി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എത്രയൊക്കെ സ്പെൻഡ് ചെയ്താലും അവർക്ക് അതിന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല അല്ലേ. പക്ഷേ ആ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവർക്കതൊരു സന്തോഷമാണ്, അവർക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇങ്ങനെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മളെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ അയാളുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അയാൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സിംപ്ലി നമ്മളൊരാളെ സഹായിക്കുകയാണ് അല്ലേ. ഒരാളെ സഹായിച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ എൻ്റെ എഫേർട്ട് അവിടെ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ പൈസ അവിടെ കുറയുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഞാനൊരാളെ സഹായിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാവും അല്ലേ. അപ്പോൾ അതും ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഒരു എക്സാമ്പിളാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന ആളുകളുണ്ടായിരിക്കും വീട്ടിൽ അല്ലേ. ഇപ്പോൾ പശുവിനൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, സാധാരണ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വളർത്തുന്ന പെറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ പെറ്റ്സിനൊക്കെ ഇപ്പോൾ ഒരുപാട് തരം ബ്രീഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര മെയിൻറ്റെയിനിങ് കോസ്റ്റാണ് ഈ ബ്രീഡ്സിനൊക്കെ അല്ലേ. വളരെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രീഡ്സാണ് ഓൾറെഡി. അപ്പോൾ അവർക്കുള്ള ഫുഡും അല്ലെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രൂമിങ്ങിന് കൊണ്ടുപോവുക, അതൊക്കെ വളരെ ചിലവേറിയ പരിപാടിയാണ്. പക്ഷെ എന്നാൽ കൂടി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പെറ്റ്സിനെ വാങ്ങിക്കുന്നുണ്ട്, അവർ ഫീഡ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. അങ്ങനെ ചെയ്യാനുള്ള അവരുടെ ഒരു അവരുടെ ഒരു നീഡാണ്. അവരൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുകയാണ് ഇങ്ങനെ പെറ്റ്സിനെ വളർത്തുന്നതിലൂടെയും. അതുപോലെ തന്നെ ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോഴൊക്കെ അവർക്ക് ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് അവർക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കായിരുന്നു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം ടൈപ്സ് ഓഫ് എന്തൊക്കെ ഫാക്ടേഴ്സാണ്
ഇൻറ്റേർണൽ മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ലേൺ ചെയ്യുന്നത് അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ലേൺ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ബുക്സ് വായിക്കുകയാണല്ലേ, ബുക്സ് വായിച്ചിട്ട് നമുക്ക് എന്താണ്, നമ്മൾ ബുക്സ് വായിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വായനയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ജസ്റ്റ് സിംപ്ലി നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയിട്ട് റെഫർ ചെയ്ത് വായിക്കുന്ന സമയത്ത് എന്താണ്, ലൈബ്രറിയിൽ പോയിട്ട് സിംപ്ലി വായിക്കുന്നത് എന്താണ്, ലേണിംഗ് അവിടെ നടക്കുന്നുണ്ട്. സെയിം ടൈം അതൊരു എന്താണ്, ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷനാണ് അല്ലേ. ഓക്കെ, അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ബുക്സ് ഒന്നും അല്ലല്ലോ വായിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു നോളജ് എൻഹാൻസ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു വളരെ വലിയ രീതിയിലുള്ളൊരു മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ കൂടി അതവിടെ എന്താണ്, ഒരു ഇൻട്രിൻസിക്കലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ മോട്ടിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു കമ്പനിയിൽ പുതിയൊരു എംപ്ലോയി ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്താ വളരെ ലോ സാലറി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മുകളിലൊക്കെ ഒരുപാട് പോസ്റ്റും അല്ലെങ്കിൽ ഒരുപാട് പൊസിഷനിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കും തോന്നുകയാണ് എനിക്കും നന്നായിട്ട് വർക്ക് ചെയ്യണം, എനിക്കും പ്രൊമോഷൻ കിട്ടണം, എൻ്റെ മുകളിലുള്ള എംപ്ലോയീസൊക്കെ ഇരിക്കുന്ന പോലെ എനിക്കും കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ അതെന്താണ്, കുറച്ചുകൂടി നമുക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. കാര്യം എന്താണ്, അവരിരിക്കുന്ന ആ പവർ, ആ റോള് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറിയൊക്കെ നമ്മളെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞു. സിംപ്ലി നമുക്ക് എന്താണ്, ഒരു ഇന്നർ സ്റ്റേറ്റ് ഓഫ് നമുക്കൊരു ഡിസയറൊക്കെ, അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു നീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ 2 ടൈപ്സ് പറഞ്ഞു, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. പിന്നെ എന്താണ് പറഞ്ഞത്, പിന്നെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു, പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പോൾ ഇത്രയും നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് വരാം. താങ്ക് യു ഓൾ.